കുറിച്ച ഒരു അച്ഛനായി തന്നെയാണ് ഞാൻ എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അച്ഛനായിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. സ്വാസികയ്ക്ക് സ്വന്തം അച്ഛനും അമ്മയും എല്ലാം ഉണ്ട്. എങ്കിൽ പോലും എന്നെ ചേട്ടാന്നാണ് വിളിക്കുന്നതെങ്കിൽ പോലും എനിക്കറിയാം പ്രായം നിഷ്കർഷിക്കുന്നതല്ലെങ്കിൽ ഒരു പെൺകുട്ടികളെ കാണുന്ന അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് വളരെ സേഫാണെന്ന് വിചാരം കൂടിയുണ്ടല്ലേ. ഈ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് വളരെ സേഫ്. അതാണ് ഇപ്പൊ തോളത്ത് കൈവച്ചപ്പോഴും ഞാൻ അതാണ്. ഇതിപ്പോ ഞാൻ കേസ് കൊടുക്കുന്നു. ഒരുപാട് സന്തോഷം. ഞാൻ രഹസ്യമായിട്ടല്ല എല്ലായിടത്തും ചെല്ലുമ്പോൾ ഞാൻ ഒരു എന്താണ് മാരിറ്റൽ ബ്ലിസ് എന്ന് പറയുന്നത് ഹെവൻലി ബ്ലിസ്. മനസ്സിൽ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ആ വ്യത്യസ്തതയുടെ ആഴവും വളരെ കുറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ നല്ല ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും. അത് ആരോഗ്യപൂർണരായ പിന്നെ നാണിച്ച് തള്ളിക്കളയും അല്ലേ. വികൃതിയൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പോ നല്ല ആരോഗ്യമുള്ള ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാകും. അത് ഈ നിങ്ങളുടെ കുടുംബത്തിനേക്കാൾ ആ കുഞ്ഞുങ്ങളെ ആവശ്യം ഈ സമൂഹത്തിനാണ്, ഈ ലോകത്തിന്. നല്ല പൗരന്മാരായിട്ട് ലോക നന്മയ്ക്ക് വേണ്ടി ലോകത്തുള്ള മണ്ണിന്റെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും, അത് മരമായാലും മൃഗമായാലും മനുഷ്യനായാലും മണ്ണിന്റെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം സംഭാവനകൾ ചെയ്യുന്ന പൗരന്മാരായി അവരെ വളർന്നു വരണം. അങ്ങനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റി അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകുന്നതാണ് ഈ ലോകത്തിന് നല്ലത്. അവിടെ നമ്മൾ മറ്റ് മാർഗങ്ങളൊന്നും അവലംബിക്കരുത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ള നല്ല മക്കളുണ്ടാവട്ടെ. നിങ്ങൾ വഴി ഈ രാജ്യത്തിനും ലോകത്തിനും ഒരുപാട് നല്ല ലോക പൗരന്മാരുണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ വേദിയിലെന്ന് ആശംസിക്കാൻ, ആത്മാർത്ഥമായി ആശംസിക്കാൻ എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഏറ്റവും സന്തോഷിക്കുന്നത് നിങ്ങളുടെ അച്ഛനമ്മമാരായിരിക്കും. അവരിനി ഇത് പറഞ്ഞ് മെനക്കെടണ്ടല്ലോ എന്ന് പറയുന്ന വിചാരമുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ല നിമിത്തമായിരിക്കട്ടെ. ജീവിതത്തിൻ്റെ സൗഖ്യങ്ങൾ എണ്ണി പറഞ്ഞ് ആ ഒരു കാര്യം വൈകിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വിശേഷം കൂടി ഇതുപോലെ ആഘോഷപൂർണമായി കൂടാൻ സാധിക്കണം എന്ന് സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവിധ നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വർത്തമാനം നടത്തുന്നു. എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്നേഹം. നന്ദി, നമസ്കാരം.